ഇന്ന് നമ്മൾ കോഴിമുട്ട വെച്ചിട്ട് ഒരു വെറൈറ്റി റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. ഇത് ഞാനിവിടെ 4 കോഴിമുട്ട ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കോഴിമുട്ട ഇതുപോലത്തെ ഒരു ഗ്രേറ്റർ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അല്ലേ, നമ്മൾ ക്യാരറ്റും അതുപോലെ ക്യാബേജൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ഈ ഗ്രേറ്ററിൽ വെച്ചിട്ട് പുഴുങ്ങിയ കോഴിമുട്ട ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ 4 കോഴിമുട്ടയും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. നല്ലതുപോലെ നമുക്കിങ്ങനെ പൊടിയായിട്ട് ഈ കോഴിമുട്ട ഓരോന്നിങ്ങനെ കൂടെ കിട്ടും ഇതുപോലെ. അപ്പോൾ ഞാൻ 4 കോഴിമുട്ടയും ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് കട്ട് ചെയ്ത് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, കാര്യം കുട്ടികളൊക്കെ ഇത് തുപ്പിക്കളയും. ഇഞ്ചിയൊക്കെ കടിക്കാൻ കിട്ടുവാണെങ്കിൽ അത് തുപ്പിക്കളയും. അപ്പോൾ ഇതുപോലെ പേസ്റ്റ് ആക്കി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല പൊടിയാണ്. അതുപോലെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. വലിയ പീസായിട്ട് നമുക്ക് വേണ്ട, ചെറിയ കഷ്ണങ്ങളായിട്ട് മതി. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അരിപ്പൊടി, 1 സ്പൂൺ കടലപ്പൊടി, ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ ഒന്ന് തിരുമ്മിയെടുക്കുക. എല്ലാം ഒന്ന് തിരുമ്മി ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് എടുക്കാം. അപ്പോൾ ഒരു കോഴിമുട്ട ഞാൻ ഈ ബൗളിലേക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇനി ഇതിലേക്ക്, അതായത് നമ്മളിപ്പോൾ കുഴച്ച് വെച്ച ഈ പുഴുങ്ങിയ കോഴിമുട്ട ആ ഒരു ടെക്സ്ചറിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കണം. എല്ലാം വേണ്ട, ഇതിൻ്റെ പകുതിയോളം മതി. ബാക്കി പകുതി നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ അതേ കുറച്ച് പച്ച കോഴിമുട്ടയും കൂടെ അടിച്ചെടുത്തത് ഞാൻ ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്റർ നല്ലൊരു തിക്കായിട്ട് നമുക്ക് കിട്ടും. അതായത് നമ്മളൊന്ന് ഉണ്ട പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് ഉണ്ടയായിട്ട് ഇങ്ങനെയൊന്ന് കിട്ടണം. ഈ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ പച്ച കോഴിമുട്ടയ്ക്ക് പകരം വെള്ളം ആരും ഒഴിക്കരുതേ. ബാക്കി ഞാൻ ഇതിലേക്ക് ഇടുന്നില്ല, അത് നമുക്ക് വേറെ ഫ്രൈ ചെയ്ത് കഴിക്കാം. ഇനി നമുക്കിതിൽ നിന്ന് ചെറിയ ഒരു ഉരുള ഇങ്ങനെ കൂടെ പിടിച്ച് എടുക്കാം. കുഞ്ഞ് വേണമെങ്കിൽ കുഞ്ഞ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ അത്യാവശ്യം മീഡിയം സൈസിൽ ചെയ്യുന്നുണ്ട്, ഇത്രയും സൈസിൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഉള്ളം കൈയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഷേപ്പിൽ നമുക്കിതൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നുണ്ടല്ലോ കോഴിമുട്ട വെച്ചിട്ട് വടയാണ്. അപ്പോൾ എല്ലാം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇത് ഓരോന്ന് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് നല്ല ഗോൾഡൻ ഷെയ്ഡിലാണ് ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത്ര ഗോൾഡൻ കളർ വേണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കുറച്ച് കളറ് കുറച്ച് വേണമെങ്കിലും ഫ്രൈ ചെയ്ത് എടുക്കാം. ഇടക്കിടക്ക് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ മുട്ടവട റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ അത്യാവശ്യം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉള്ളൊക്കെയാണെങ്കിലും പുഴുങ്ങിയ കോഴിമുട്ട ആയതുകൊണ്ട് ഇനി ഇതിൻ്റെ ഉള്ളു വേഗമൊന്നും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ സോസ് ഉണ്ടെങ്കിൽ അത് മുക്കി കഴിക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.